ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. അതെ അനൂപ്, ഇപ്പോൾ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ശരിവെച്ചുകൊണ്ടാണ് കോടതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. നേരത്തെ പോലീസ് തന്നെ ഇവിടെ ഈ ജാമ്യാപേക്ഷ സമർപ്പിച്ച സമയത്ത് തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ ചിത്രീകരിച്ചത് ദുരുദ്ദേശത്തോടെയാണെന്നും അത് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ടെന്നും ഇതിൽ മനംതൊന്താണ് ദീപക് മരിച്ചതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ഈ വാദമാണ് കോടതി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കാക്കിയിടുന്നത് നാണം മറയ്ക്കാനല്ലല്ലോ, നിയമം നടപ്പിലാക്കാനല്ലേ. എന്റെ ദേഹത്ത് ഈ യൂണിഫോം ഉള്ളിടത്തോളം കാലം ഞാൻ ആ നിയമം നടപ്പിലാക്കും. ഷിംജിതയുടെ വാദം ദീപകിന് ഷിംജിതയ്ക്ക് മുൻപരിചയമില്ലെന്നും ആത്മഹത്യ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെന്നതുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ആ വാദമാണ് ഇപ്പോൾ നിരാകരിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാവണമെങ്കിൽ ജയിലിൽ കിടക്കണം. പലരും മഹാന്മാരായ തന്നെ അങ്ങനല്ലേ. 21-നാണ് ഷിംജിതയെ കസ്റ്റഡിയിലെടുക്കുന്നത്. പോലീസ് വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ മഞ്ചേരിയിലെ വനിതാ കോടതിയിൽ ജയിലിലാണ് ഷിംജിതയുള്ളത്. അവിടെ റിമാൻഡിൽ കഴിയുകയാണ്. ആ റിമാൻഡ് ഇനിയും തുടരാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിയതിലൂടെ ഉരുത്തിരിയുന്നത്. എന്റെ മുഖത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒന്നുമില്ല. ഇവിടെ എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടോ നോക്കി? ഇവിടെ പൊട്ടിയിട്ടുണ്ട്. പുറത്തോട്ട് വരാനല്ല, അല്ല വായിൽ ഉപ്പുരസം തോന്നുന്നു. ചെറുതായിട്ട് ഒരു ഉപ്പുരസം എന്നാ ഉള്ളു പൊട്ടിയിട്ടുണ്ടാവും. ഇനി ഒന്നുമില്ലല്ലോ പറയാനെ കൊണ്ട്. ഒന്നുമില്ല, അങ്ങനെ പോവല്ലേ.